നമസ്കാരം. ഇന്ന് 2 നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള വരങ്ങളാണ്, അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ നോക്കുവാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാകുന്നു. കൂടാതെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, ഈ വീഡിയോ പൂർണ്ണമായും കാണുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഏവരും തന്നെ 2 നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനും ഈ സമയം നിങ്ങൾ മറക്കാതിരിക്കുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി 2 നമ്പറുകളാണ് സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നത്. അതിൽ ആദ്യത്തെ നമ്പർ 24 അതായത് 24 ആകുന്നു. രണ്ടാമത്തേത് 94 അതായത് 94 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യത്തെ നമ്പറായ 24 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോഴും സങ്കടത്തിലാണ്, അല്ലെങ്കിൽ പണ്ട് നടന്ന അല്ലെങ്കിൽ മുൻപ് നടന്ന ചില കാര്യങ്ങളെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിങ്ങളിപ്പോഴും വിഷമത്തിലാണ് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആയതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടിയും ഇത്തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതും നിങ്ങൾ നേരിടുന്നതായ വലിയ ഒരു പ്രശ്നം തന്നെയാകുന്നു. എന്നാൽ തീർച്ചയായും ഇനി വരുന്ന നാളുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളുടെ കടന്നുവരവുകൾ മൂലം ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്നും വരാം. കൂടാതെ നിങ്ങളുടെ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുവാൻ സാധിക്കും, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ അതിന് ഉതകുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പലപ്പോഴും പല വ്യക്തികളും ആഗ്രഹിക്കുന്നത് പോലെ നടക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. എങ്കിൽ കൂടിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് നടക്കുവാൻ കഴിയും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു. നിങ്ങളുടെ മാനസികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ശാരീരികമായിട്ടാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് പെരുമാറുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഈ സമയം സാധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നതായ കാര്യങ്ങൾ തന്നെയാണ്. അത്തരം ഫലങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മതിയാവോളം സന്തോഷം ലഭിക്കുന്നതുമാണ്. അതായത് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായും പല വ്യക്തികളും ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ പല വ്യക്തികളുടെ മുന്നിലും നല്ല രീതിയിൽ ജീവിക്കുവാൻ തന്നെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുവാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇനി വന്നു ചേരുന്നത്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനായി ഇഷ്ടദേവതയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക, കൂടാതെ ഇഷ്ടദേവതാ നാമങ്ങൾ നിത്യവും ഉരുവിടുക മുതലായ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനും ചില കാര്യങ്ങളിലെങ്കിലും നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനും അത് സഹായകരമായി തീരും എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. തീർച്ചയായും ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചില നഷ്ടങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഏവരും മനസ്സിലാക്കി വയ്ക്കുക. കൂടാതെ ധനപരമായ ചില
നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഈ സമയം കഴിഞ്ഞു എന്ന് വരാം. സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങളെക്കൊണ്ട് ഈ സമയം സാധിക്കുന്നതാകുന്നു. ഇനി രണ്ടാമത്തെ നമ്പറായ, അതായത് സ്ക്രീനിൽ രണ്ടാമതായി നൽകിയിരിക്കുന്ന 94 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു ഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഇനി വരും നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം അല്ലെങ്കിൽ സമാധാനം നിറഞ്ഞു നിൽക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നതായ ഫലം. തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും പല ആശങ്കകളും നിലനിൽക്കുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള ആശങ്കകളെയെല്ലാം മുൻകൂട്ടി ഇല്ലാതാക്കുവാൻ, അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇല്ലാതെയാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നതാകുന്നു. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടന്നു കിട്ടണമെന്നില്ല. എങ്കിൽ കൂടിയും ഇനി വരും നാളുകളിൽ ഇത്തരത്തിൽ ചില ആഗ്രഹങ്ങളെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയെങ്കിലും ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ നടക്കുന്നതാണ്. അതായത് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കെട്ടിപ്പടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. അതിനുള്ള ഒരു അടിത്തറ എന്നോണം ചില കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കൂടാതെ ഒരു പുതിയ വീട് വയ്ക്കുവാനുള്ള സാധ്യത, കൂടാതെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ രംഗവുമായി ബന്ധപ്പെട്ട്, കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും ഇല്ലാതെയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും മുതലായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതായ കാര്യങ്ങൾ തന്നെയാണ്. ചില അവസരങ്ങളിലെങ്കിലും മരണത്തെപ്പോലും മുന്നിൽ കണ്ടിട്ടുള്ളതായ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുൻപുണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആയതിനാൽ തന്നെ പലപ്പോഴും അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളിൽ നിന്ന് പോലും തരണം ചെയ്തു വന്നതിനാൽ തന്നെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളെയും നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ ഈ സമയം കഴിയും, അല്ലെങ്കിൽ ഇനി മുന്നോട്ടും അത്തരത്തിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാകുന്നു. ഇഷ്ടദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ വർദ്ധിക്കും എന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലെങ്കിലും ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉടനെ വന്നുചേരും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വളരെയധികം പ്രാധാന്യം നൽകുന്നു, അല്ലെങ്കിൽ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതോടൊപ്പം കുടുംബത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി ഇവിടെ പറയുവാൻ സാധിക്കുന്നതാകുന്നു. തീർച്ചയായും എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രധാനമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഇനി മുതൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാകുന്നു. അതായത് നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ആയതിനാൽ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പല പ്രശ്നങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നു, അല്ലെങ്കിൽ മാനസികമായി നിങ്ങൾ വളരെയധികം തളർന്നിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നതാകുന്നു. തീർച്ചയായും അത്തരം കാര്യങ്ങളിലെല്ലാം ഒരല്പം കടന്നു ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതായത് പല പോസിറ്റീവ് കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നെഗറ്റീവായ പല ചിന്തകളെയും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നാണ് ഇവിടെ എടുത്തു പറയുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത്. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടന്നു കിട്ടണമെന്നില്ല. എങ്കിൽ കൂടിയും ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കുന്നതാണ്. കൂടാതെ പല വിധത്തിലുള്ള അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.